അവസരങ്ങളാണ് നമ്മുടെ തെറ്റുകളും ശരികളും ചെയ്യിക്കുന്നത്. ഒരാൾ വീണ് കിടന്നാൽ നമ്മളവിടെ അയാളെ പൊക്കുന്നു, അതൊരു ശരിയാണ്. പക്ഷേ അയാൾ വീണ് കിടന്നത് കൊണ്ടാണ് നമ്മൾക്കൊരു ശരി ഉണ്ടാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് തെറ്റുകൾ. ഞാൻ രാമനാട്ടുകര അങ്ങാടിയിൽ താമസിക്കുന്ന ആളാണ്. ഇത് കാലിക്കറ്റ് ഗേറ്റ് കള്ള് ഷാപ്പ് KTDC ബീവറേജ് 4-ൽ നിന്നും കറക്റ്റ് 100 മീറ്റർ ദൂരമേ എൻ്റെ വീട്ടിലേക്കുള്ളൂ. മനസ്സിലാക്കണം എൻ്റെ അവസരം എവിടെയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ബീവറേജ്, രാത്രി 11 മണിക്ക് അവസാനിക്കുന്ന ബാർ. ഇത് രണ്ടൊന്നും ഞാൻ എങ്ങനെയൊക്കെ വഴുതി വന്നാലും അവസാനം എൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 11 മണിക്ക് മുന്നേ ആണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ചിന്ത പോകുന്നുള്ളൂ. ഇവിടെ പ്രസംഗിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു ഓരോരോ ലഹരികളുണ്ട്. ശരിയാണ്, ഈ ലഹരി തൊട്ട് തുടങ്ങിയ പിന്നെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മുടെ സമയം മാറ്റി ഉപയോഗിക്കുക. രണ്ടാമത് പറയാനുള്ളൊരു കാര്യം, സമയമുള്ളത് കൊണ്ടാണ് ഈ ലഹരിക്ക് നമ്മൾ അടിമപ്പെടുന്നത്. സമയം ഒരു ലഹരിയായിട്ട് കാണുകയാണെങ്കിൽ ഒരിക്കലും ഈ സമയം, ഇന്ന് ഞാൻ ഒരു ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇത്ര സമയവും ഞാൻ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്, എങ്ങോട്ടും പോയിട്ടില്ല. പറ്റാതിരിക്കുകയൊന്നുമില്ല. ഞാൻ രസമുള്ളൊരു കഥയുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിനെ കൂട്ടി ഒരു കല്യാണ വീട്ടിൽ പോയി. അത് എൻ്റെ ഭാര്യയുടെ വീട്ടിലാണ്, അവരുടെ ഒരു റിലേഷൻ്റെ. അവിടെ പോയി എല്ലാവരും ഉണ്ടായിരുന്നു. 1 പെഗ് അടിച്ചു, 2 പെഗ് അടിച്ചു, 3 പെഗ് അടിച്ചു, 5 കഴിഞ്ഞപ്പോൾ പിന്നെ എണ്ണിയില്ല. അങ്ങനെ ഞാൻ കാറെടുത്ത് ഞാൻ ഏകദേശം പന്തീരങ്കാവ് എത്തി. ബൈപ്പാസിലേക്ക് വളയുമ്പം ഒരു ബൈക്കുകാരനെ തട്ടി. ആ തട്ടിയപ്പം അവിടെ വെച്ച് എല്ലാ പ്രശ്നവും അവസാനിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ ഭാര്യ, മകൾ ഇവർ 3 ആളും കാറിൽ നിന്ന് ഇറങ്ങി. നടു റോട്ടിൽ അവരെ ഉപേക്ഷിച്ച് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഞാൻ എൻ്റെ വീട്ടിലെത്താണ്, എങ്ങനെയാണ് കാറായിട്ട് പോകുന്നത്, എങ്ങനെയാണ് വന്നത്, ഒരു ബോധവും എനിക്കില്ല. ഈ തട്ടിയ ആളാരാണ്, എന്ത് സംഭവിച്ചു, ഒന്നുമില്ല. ഞാൻ മോനോട് പറഞ്ഞു, എടാ അവരെ നോക്കണം എന്നൊരു വാക്ക് പറഞ്ഞു. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അന്ന് നിർത്തിയതാണ് മദ്യപാനം. കാരണം കുടുംബം ഉണ്ടെങ്കിലുള്ള ആ കുടുംബം എൻ്റെ കൂടെ നിർത്തി, എന്നെ കൊണ്ടു നടന്നു. എൻ്റെ ഭാര്യ, അതാ റാഫിക്ക് കറക്റ്റായിട്ട് അറിയാം, കൊണ്ടു നടന്നു എന്നെ. ആ ഒരു പ്രശ്നമുണ്ടേ പോട്ടെ. അതുപോലെ ഞാനൊരു അച്ഛനാണ്. എൻ്റെ മക്കൾ ഒരുപാട് പ്രാവശ്യം ഞാൻ മദ്യപിച്ച് ആരോടോ പറഞ്ഞിട്ടുണ്ട്, വീടുണ്ടാക്കിയാലും ഞാൻ കിടക്കുന്ന ഡൈനിങ് ഹാളിലാണ്. അതിൻ്റെ കഥ എന്താ വെച്ചാൽ, 2 മിനിറ്റ് ആയില്ലല്ലോ കേട്ടോ, സോറി കേട്ടോ, 2 മിനിറ്റ് ആയില്ലല്ലോ, ഇല്ല 2 മിനിറ്റ് തരും. ആ 2 മിനിറ്റ് ഞാൻ കിടക്കുക എവിടെയാണ്? ഞാൻ രാത്രി നല്ല പൂക്കുറ്റിയായിട്ട് 11-11:30 വരാം. ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാവും, മോൾ ഉറങ്ങിയിട്ടുണ്ടാവും, പാവൻ്റെ അമ്മ. എനിക്ക് വാതിൽ തുറന്നിരുന്നു. എന്നിട്ട് എന്താ പറയുക, നാളെ അവൾക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്, ഇവിടെ കിടന്നോന്ന് പറയും. ഡൈനിങ് ഹാളിൽ ഒരു തലനിട്ട് തരും. വീടിൻ്റെ പേര് മണിമാളിക എന്നാണ്. ഈ മണിമാളിക ഉണ്ടാക്കിയിട്ടും ഞാൻ കിടക്കുന്നത് നിലത്താണ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മദ്യപിക്കുമ്പോഴും ഉണ്ടാവും. അപ്പോൾ ഡ്രഗ്സിൽ നിന്ന് ഒഴിവാകാനുള്ള ഏറ്റവും വലിയ നമ്മുടെ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ഇവിടെ പലരും പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ലഹരി ഓരോ സ്പോർട്സ് ഉണ്ടാവാം. കുട്ടികളെ നമ്മൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് സമയബന്ധിതമായി പറഞ്ഞയക്കുക. പോകാൻ പറ്റാത്ത കുട്ടികളാണെങ്കിലും ജിമ്മ് തള്ളിവിടാം. എന്നാൽ പിന്നെ സൗഹൃദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ. കാരണം രാമനാട്ടുകര അങ്ങാടിയിൽ കൊല വരെ നടക്കുന്ന അങ്ങാടിയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുന്നത്, കൂട്ടുകെട്ട് വലിയ പ്രശ്നം തന്നെ, കുട്ടികൾക്കായാലും മുതിർന്നവർക്ക്, എനിക്കാണെങ്കിൽ പോലും. പിന്നെ എന്നെ പറ്റി പണ്ട് എൻ്റെ വീട്ടുകാരെൻ്റെ അമ്മ വരെ പറഞ്ഞെന്താ, ഓൻ്റെ കൂടെ നടന്ന ഈ വിടക്കാവും മോനെ നോക്കിക്കോന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ നാട്ടിൽ നമ്മളൊരു പൂരിപ്പിക്കൽ വന്നല്ലോ, എന്താണ്, ഇയാൾ മദ്യപിക്കുമെന്ന്. അപ്പോൾ ഇത് പഞ്ചായത്തിൽ ഈ കടലാസ് കൊണ്ടായാൽ പഞ്ചായത്തിലുള്ളവർക്ക് മുഴുവൻ അറിയാം അവൻ മദ്യപിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് അത് പൂരിപ്പിക്കാതിരിക്കുക? അങ്ങനത്തെ കുറേ സങ്കടങ്ങൾ കണ്ടിട്ട് ഇപ്പം ഞാൻ സുന്ദരനായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി ആ ഡ്രഗ്സ് ഉപയോഗിക്കാമെന്ന് തീരുമാനം എടുത്തോട്ടിട്ട് ഒരു പ്രശ്നമില്ല. തീരുമാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ ഉറപ്പാണ് മദ്യം നിർത്തുക. മദ്യം എന്നല്ല, എന്ത് ഡ്രഗും തീരുമാനിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. അതുണ്ടെങ്കിൽ ഉറപ്പാണ് നിൽക്കും. പിന്നെ എനിക്ക് ഒരു വിശ്വാസം കൂടി ഉണ്ട്, എൻ്റെ ഇത്രയും വളരെ മോശം സിറ്റുവേഷൻസ് കണ്ടേ എൻ്റെ മക്കളൊന്നും ഇതിലേക്ക് പോവില്ല. പേടിയായിരിക്കും അവർക്ക്, തൊടുമ്പത്തേക്ക് പേടിക്കും, ഉറപ്പാണ്. അത്രയും മോശം സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോണത്. കാരണം എന്താ ചെയ്യുന്നത് എന്ന് ബോധം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു റിയൽ സാധനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയിട്ടോ. ഓക്കെ, താങ്ക് യു എവരിബഡി.